സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ UDF നേതൃയോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനുമെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. കടൽമണൽ ഖനന വിഷയത്തിൽ ഇടതുമുന്നണിയുമായി ചേർന്ന് സമരത്തിനില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFന്റെ എല്ലാ കമ്മിറ്റികളെയും ശക്തിപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ഉയർത്തിക്കാട്ടി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പോർമുഖം തുറക്കാൻ UDFന്റെ നേതൃയോഗത്തിൽ തീരുമാനം. ഇതിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനിച്ചെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളം നേരിടുന്ന വലിയ രൂക്ഷമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് മാർച്ച്, ഏപ്രിൽ മാസത്തിൽ സർക്കാരിന്റെ നിസ്സംഗതയും സർക്കാരിന്റെ നിഷ്ക്രിയത്വവും മൂലം കേരളത്തിലുണ്ടായിട്ടുള്ള വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്യുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ തലത്തിൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ നിയോജക മണ്ഡലം, ജില്ലാ തലത്തിൽ UDF കമ്മിറ്റികൾ കൂടുതൽ സജീവമായി നിരവധി പരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്നും യോഗത്തിൽ ചിലർ ആക്ഷേപം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെ വിവിധ വിഷയങ്ങളിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള UDFന്റെ സമരത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 5-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരവും മാർച്ച് 13-ന് SC/ST ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനും ന്യൂനപക്ഷ ഫണ്ട് കുറച്ചതിനുമെതിരെ കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഏപ്രിൽ 4-ന് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുന്നിലും രാപ്പകൽ സമരം നടത്തും. ഏപ്രിൽ 10-ന് മലയോര കർഷകരെ അണിനിരത്തി മലയോര ജില്ലകളിൽ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തും. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന തീരദേശ യാത്ര ഏപ്രിൽ 21 മുതൽ 30 വരെ നടക്കും. കടൽ മണൽ ഖനനത്തിൽ LDFുമായി ചേർന്നുള്ള സമരം വേണ്ടെന്നും UDF തീരുമാനിച്ചു. അതേസമയം തരൂരിന്റെ വിവാദ പ്രസ്താവനകളും നേതൃമാറ്റ ചർച്ചകളും PV അൻവറിന്റെ മുന്നണി പ്രവേശനവും ചർച്ചയായില്ലെന്ന് UDF നേതാക്കൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.